കൃഷ്ണയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയന്മാര്, പിന്നെ മാമൻ, മാമന്റെ ഭാര്യ, അവരുടെ മക്കള്. ഇത്രയും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ട് കിച്ചുവിന്റെ വീട് ഇറങ്ങി വന്നപ്പോ ആരൊന്നും പറഞ്ഞില്ല? അല്ലെങ്കിലും ഞാനവിടെ ഉള്ളത് അവർക്കാർക്കും വലിയ ഇഷ്ടമില്ല. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സൗകര്യമായിക്കാണ്. അതെന്താ? അയാളെൻ്റെ അമ്മ രണ്ടാമത് കിട്ടിയതാ. എൻ്റെ അമ്മേൻ്റെ പേരിൽ ഇഷ്ടംപോലെ സ്വത്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പം അയാൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിക്കാണ്. ഓ. പാത്തു, ആ ഒന്നിങ്ങി വരൂ. എന്താ ഒന്നിങ്ങി വാ. കാര്യം പറ. പുറത്ത് ബോംബെ കൂടെ വന്നേക്കുന്നു. അതെ അതെ, എങ്ങോട്ട് പോകുന്നു? ഓടാ. എടി, ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യം എന്തുവാ? ഭക്ഷണം. ഈ ഭക്ഷണം വാങ്ങാൻ എന്ത് വേണം? അതുണ്ടാക്കണം. അതുണ്ടാക്കാൻ എന്ത് വേണം? സ്റ്റവ് വേണം. ഈ സ്റ്റൗ മേടിക്കാൻ എന്ത് വേണം? കട വേണം. എടി പോത്തെ, നീ ഇന്നലെ ഇവിടുന്ന് അരമണിക്കൂർ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. നമുക്ക് ജീവിക്കാൻ പൈസ വേണം, പൈസ വേണം, പൈസ വേണമെന്ന്. പൈസ ഇല്ലേ അപ്പൊ വേണ്ടത്? പൈസ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മൂന്നാമൊരാൾ അറിയരുത്. ഇത് 4. മൂന്നാമൊരാൾ അറിയരുത്. ഇത് 3. അത് തന്നെയല്ലയോ ഞാൻ പറഞ്ഞേ? മൂന്നാമൊരാൾ അറിയരുത്. പരമരഹസ്യമായിരിക്കണം. പ്രത്യേകിച്ച് ഈ വീട്ടിലെ കള്ളക്കളവൻ. അങ്ങനെ അറിഞ്ഞാൽ തീർന്നു, എൻ്റെ മാനവും പോവും. കേട്ടല്ലോ? അതുകൊണ്ട് പരമരഹസ്യമായിരിക്കണം. നമ്മുടെ ഓഫീസ് തുടങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ തുടങ്ങാം. പക്ഷെ കുറച്ച് ഇത്ര പൈസയുടെ കുറവുകളുണ്ട്. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? ബാക്കി പൈസക്ക് നിന്റെ സ്വർണ്ണം ഒന്ന് തന്നാൽ നമുക്കതങ്ങ് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു രാവിലെ മുഴുവനുള്ള ചിന്ത അല്ലേ? അതാവുമ്പോൾ നമുക്ക് വേറെ ആരുടെയും സഹായം വേണ്ടല്ലോ. നീ കണ്ടല്ലോ ഇന്നലെ ഞാൻ ആ കള്ളക്കളവൻ്റെ മുമ്പിൽ പോയി നാണം കെടുന്നത്. അപ്പൊ ഇനി നമ്മൾക്ക് വേറെ ആരുടെയും സഹായം വേണ്ട. അതെ, ഈ പോസ്റ്റേ മോൻ ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ മതി. എന്നെ കൊളാബ് ചെയ്യണ്ട. വിൽക്കണ്ട, പണയം വെക്കാൻ മതി. പിന്നെ അത് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നല്ലേ പണയം വെക്കാൻ. അപ്പോ നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല? അമ്പു, സ്നേഹത്തെ പണം കൊണ്ട് അളക്കരുത്, സ്വർണം കൊണ്ട് തീരെ. കേട്ടോ? വേണ്ടടി, എനിക്ക് നിന്റെയോ കള്ളക്കളവൻ്റെയോ ഒരു സഹായം വേണ്ട. ഇത് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിക്കോളാം. കേട്ടോ? ഇതെന്റെ വെല്ലുവിളിയടി, വെല്ലുവിളി. എടാ മരുമോനെ, വെല്ലുവിളി എപ്പോഴും ലൗഡ് വോയിസിലായിരിക്കണം, അല്ലാതെ ഹസ്കി വോയിസിലല്ല. വെല്ലുവീഴ്ച നടക്കുന്നു. എന്താ കാര്യം പറ. എടാ, നിന്റെ വൈദ്യശാലയും എൻ്റെ ഓഫീസും ഒക്കെ തുടങ്ങാൻ പറ്റിയ ഒരു കിഡിലൻ ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. പറ. നിന്റെ ഭാര്യയുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ അത് പണയം വെക്കാനോ വിൽക്കാനോ മറ്റോ ചോദിച്ചാൽ അത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്ത് 50-50 എടുത്താൽ നമ്മുടെ 2 കാര്യം സെറ്റ്. അത് കൊള്ളാം, സൂപ്പർ ഐഡിയ. പക്ഷെ അവളെ സ്വർണം പോയിട്ട് ഒരു നൂൽച്ചരട് പോലും എടുക്കാനില്ല. വെള്ളിയുണ്ടോ? വെള്ളി ശനിയൊന്നും ഇല്ല കേട്ടോ. ഗൂഗിൾ പേ ചോദിച്ചപ്പോൾ ഗൂഗിൾ ക്രോം കാണിച്ചെന്നോളാം അവള്. അല്ല, പാത്തുവിനോട് ചോദിച്ചാൽ സ്വർണം അങ്ങനെ എന്തെങ്കിലും കാണത്തില്ലേ? അവളുടെ ഒരു കിടിലൊരു മാലയുണ്ട്, ഞാൻ ചോദിച്ചു, അവള് തരത്തില്ല. അല്ല, എന്തിനു തരുന്നേ? അതിന് എടുക്കണം. മൂട്ടിക്കാനോ? ഞാൻ ഈ പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരണോ? ചേട്ടാ, ഈ ഭാര്യയുടെ കയ്യിൽ നിന്ന്, ചേട്ടന്റെ കയ്യിൽ നിന്ന്, അമ്മാവന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നൊന്നും മോഷണമല്ല. എടാ, അവളുടെ സ്വർണം എടുക്കുന്നതിൽ സീനില്ല, പക്ഷെ അവൾ അറിഞ്ഞ ഇഷ്യൂ ആവും. സോ അവളും അറിയരുത്, ആ സ്വർണവും അറിയരുത്, നമ്മളും അറിയരുത് ഇത് മോഷണം നടക്കുന്നത്. മനസ്സിലായില്ലേ? അതിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറ. അതിനെ പറ്റിയ ഐഡിയ എന്തുവാടാ സ്വർണത്തിന്റെ കാര്യമൊക്കെ പറയുന്നേ? അല്ല, ഞങ്ങളിങ്ങനെ ഒരു പുതിയ ബിസിനസ്, ഗോൾഡ് ബിസിനസ് നടത്തുന്നതിനെ പറ്റി. അപ്പോൾ കുറച്ച് ഗോൾഡ് എടുക്കണം, അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. കൃഷ്ണേ, എന്തോ? ഈ മാല എൻ്റെ കയ്യിൽ നിന്ന് അമ്പാടി പണയം വെക്കാൻ ചോദിച്ചായിരുന്നു. കൊടുത്ത ഉറപ്പാ തിരിച്ചു കിട്ടിട്ടാണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ഇതൊന്നും സൂക്ഷിക്കണം. ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അയ്യോ, ചെയ്യും. പണ്ടതുപോലെ എൻ്റെ വള ഒന്ന് ചോദിച്ചതാ, ഞാൻ കൊടുത്തില്ല. പിന്നെ ഉമ്മ വയ്ക്കാൻ കൈ നീട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഊരിക്കൊണ്ടുപോയി. അതൊക്കെ, പക്ഷെ ഞാനിതെങ്ങനെ സൂക്ഷിക്കുക? ബോംബൊന്നും അല്ലല്ലോ, ഒന്ന് സൂക്ഷിക്കി. അല്ല, അമ്പാടി ചേട്ടൻ ഞാൻ മാല നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പാത്തിനോട് ചോദിക്കില്ലേ? അതലച്ച് നീ ടെൻഷൻ ആവണ്ട. ഇതൊക്കെ
രണ്ടും ഒരുപോലെ ഉണ്ടല്ലോ. ആ പണ്ട് ഇതുപോലെ ഈ മാല ഒന്ന് പണയം വെക്കാൻ അമ്പാടിക്ക് കൊടുത്തു. ഇപ്പം എടുത്തുതരാം, നാളെ എടുത്തുതരാം, മറ്റന്നാൾ എടുത്തുതരാം എന്ന് പറഞ്ഞ് 6 മാസം എന്നിട്ട് ഓടിച്ചത്. പിന്നെ അവസാനം ഞാൻ തന്നെ എടുക്കേണ്ട വന്നു. ആ ഒരു ഗ്യാപ്പിൽ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത്. ഇത് വെച്ച് അമ്പാടിനെ പറ്റിക്കാം. പക്ഷെ പാത്തു, ഈ ഭർത്താവിനെയൊക്കെ പറ്റിക്കാൻ കൂട്ട് നിൽക്കാന്ന് പറഞ്ഞാ ഞാനൊരു കുലസ്ത്രീ ആയി പോയില്ലേ? കൊല, ഞാൻ നിന്റെ കോളേജിലാ പഠിച്ചെന്നുള്ള ഓർമ്മ നിനക്ക് വേണം. അതെ അതെ, ഇത് ഞാൻ വെച്ചോളാം. ഇത് വെക്കണോ? വേണം. ശരി. ഇത് ഇത് ഗോൾഡാണോ? ഹേ, ഇത് കണ്ട് ഗോൾഡാന്ന് തോന്നുന്നുണ്ടോ? ആ തോന്നുന്നുണ്ട്. എന്നാ ഇത് ഗോൾഡല്ല. ഇതേ പാത്തുവിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു മാല ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടിട്ട് കൊതി തോന്നിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താ. പക്ഷെ ഒറിജിനലിൻ്റെ അത്രയും വരില്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ്. എനിക്കിത് വേണം. മണ്ടത്തരായല്ലോ. പാത്തുവിനോട് ഞാൻ എന്ത് പറയും? എന്റെ നല്ല മാല, വാപ്പ തന്ന മാല, ഇത് സ്വർണത്തിന്റെ മാല, അല്ലോ തങ്കത്തിന്റെ മാല, ഓ തങ്കത്തിന്റെ മാല. എന്താടാ എന്താ ആരാ ഇത്? ദജ്ജാലു. ദജ്ജാലോ? അല്ല, ജലാല് എൻ്റെ ഫ്രണ്ടാ. അവൻ്റെ സൂപ്പർ മാർക്കറ്റിലെ കണക്കുകൾ കുറച്ച് മിസ്റ്റേക്സ്, സോ അതൊന്ന് പോയി സോർട്ട് ചെയ്യണം. ലോഡ്സ് കുറെ വരുന്നുണ്ടേ. എന്ത് ലോട്സ്? സ്വർണം, സ്വർണം? ഗോൾഡൻ ചപ്പാത്തി, ഗോൾഡൻ ടീഷർട്ട്, ഗോൾഡൻ നിക്കർ, അങ്ങനെ കുറെ ഉണ്ട്. കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ആ, നീ കേക്കില്ല, അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണ് ഇനി. മനസാക്ഷിന്റെ അകത്ത് നിനക്ക് ഇട്ടോൾക്ക്. അല്ല ഞാൻ ഇത് അവളുടെ മാലയല്ലേ? നിന്റെ എങ്ങനെ വന്നു? അതെ, പാത്തുവിന്റെ കയ്യിലുള്ള അതേ ഡിസൈനുള്ള മാല, പക്ഷെ മുക്ക. അയ്യേ, മുക്ക് കൊണ്ടുവരുന്നു. ഇതുകൊണ്ട് പണം വെക്കാനുള്ള. ചേട്ടാ, മുക്ക് കൊണ്ട് പണയം വെച്ചാൽ അകത്താവും, ജയിലിൽ കിടക്കേണ്ടി വരും. പോലീസിന് ഇടിനി കൊണ്ടിട്ടുണ്ടോ? ഞാൻ കൊണ്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് സഹിക്കാം. അതിന് ഈ മുക്ക് കൊണ്ട് ആര് പണയം വെക്കുന്നത്? നമ്മളിത് പാത്തുവിന്റെ മാലയ്ക്ക് പകരം അവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് പാത്തുവിന്റെ ഒറിജിനൽ മാല എടുത്ത് നമ്മൾ പണയം വെക്കുന്നു. ആ, അത് ശരിയാ. അല്ല, അവക്ക് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിന് ഏട്ടത്തി ഇത് എടുത്തിട്ട് ഉരച്ചു നോക്കാനൊന്നും പോണില്ലല്ലോ. ചേട്ടത്തി അവിടെ നോക്കുമ്പോൾ മാല ഉണ്ടോ ഇല്ലയോ അത് മതി. അല്ല, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ ഭാര്യയുടെ കയ്യിലുള്ള മാല പോലത്തെ ഒരു മാല നീ എങ്ങനെ ഒപ്പിച്ചു? അതാണ് ഏട്ടാ കിച്ചു, ഒരു കാര്യേറ്റ ഏറ്റതായിരിക്കും. സത്യം പറയടാ, നീ ഇത് നേരത്തെ അടിച്ചു മാറ്റാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു? ചേട്ടാ, ഞാൻ അങ്ങനെ കള്ളത്തരം ചെയ്യുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ? അത് ചേട്ടന്മാർ കൂടെ ഉണ്ടെങ്കിൽ അനിയന്മാർ ചെയ്യുന്ന അങ്ങനെ കള്ളത്തരാവത്തില്ല. കാണിച്ചു തരാം. തരാരെ, നീ എവിടാ? ആരാ നീ? വേഗം വീട്ടിലോട്ട് വാ, ഒരു പണിയുണ്ട്. ആ പിന്നെ നീ വരുമ്പോൾ ഗേറ്റിന് വെളിയിൽ നിന്നാൽ മതി, അകത്തോട്ട് കയറണ്ടേ. നീ എന്നെ വിളിച്ചാൽ മതി. ആ, ഓക്കെ. ഹലോ ജയൻ സാറേ, ഞാനിവിടെ എത്തി. എടാ ടാറ്റേ, ഒരു സാധനം പൊക്കാൻ വേണ്ടിയാ. ഏത് നിമിഷവും സാധനവുമായി ആള് പുറത്തേക്ക് വരും. പൊക്കിക്കോണം. നീ അവിടെ തന്നെ നിന്നു. ആ, ഓക്കെ. പാത്തു. ആ അമ്പാടി, ഞാൻ ബാത്റൂമിൽ അതായിരുന്നു. ആ, വേണ്ട, അവിടെ തന്നെ ഇരുന്നു. അല്ല, എല്ലാം കഴിഞ്ഞ് പതിയെ ഇറങ്ങിയാൽ മതി എന്ന് പറയുമായിരുന്നു. അല്ല, അമ്പാടി പോയതല്ലേ? അതെ, പോയതാണ്. പക്ഷെ ഒരു ഫയൽ എടുക്കാൻ മറന്നുപോയി. ആ, ഞാൻ വന്നെടുത്ത് തരണോ? വേണ്ട. ഞാൻ ആ വെള്ള ഫയൽ ഇങ്ങോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് തുറന്ന് അതിലെ ഡേറ്റാസ് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് പകരം വേറെ കുറച്ച് ഡേറ്റാസ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ആ ഫയൽ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ആ ഫയൽ അങ്ങോട്ട് അടച്ച് വെച്ച് ലോക്ക് ചെയ്തിട്ട് പൊക്കോളാം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.
എവിടെ കിട്ടിയോ? ശ്ശോ, ഇതാണല്ലേ സ്വർണം. ഞാൻ ഒന്ന് തൊട്ടോട്ടെ. ചേട്ടാ അതൊക്കെ പിന്നെ ഇതിട്ടുണ്ടോ? വല്ല പേപ്പറോ കവറോ വല്ലതും ഉണ്ടോ? ഇതിലിട്ടോ. കിച്ചുവിൻ്റെ കയ്യിലുള്ള കറുത്ത പാക്കറ്റ്. ചേട്ടാ ചേട്ടാ സ്വർണം 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 സ്വർണം. പാത്തുന്റെ മൂത്ത് എങ്ങനെ നോക്കും? നിങ്ങളെന്താടാ വിയർത്തിരിക്കുന്നത്? അല്ല പുറത്ത് നല്ല ചൂടല്ലേ? റിയലി ഹോട്ട്. ഈ മഴയത്തും ചൂടോ? എടാ നിങ്ങൾ സ്വർണ്ണം എടുക്കാൻ പോകുന്ന കാര്യം എന്തായി? എടുക്കുകയും ചെയ്തു പോവുകയും ചെയ്തു. ഓളെ ഫാത്തു, ഓളെ ഫാത്തു, എന്താ അമ്മാവ? മോള് പോയി മോടെ മാലയും എടുത്തോണ്ട് വന്നേ. എന്തിനമ്മാവ മാല? അയ്യോ മോക്ക് ഉപയോഗമുള്ള കാര്യത്തിനാ. വേഗം ചെന്ന് എടുത്തുണ്ടോ? എന്ത് ഉപയോഗമാണ് അമ്മാവ? ഇനി ചെന്ന് റൂം തുറന്ന് അലമാര തുറന്ന് അതിൽ നിന്ന് ആ വെള്ളപ്പെട്ടി എടുത്ത് തുറന്ന് അതിൽ നിന്ന് മാല എടുത്ത് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാവത്തില്ലയോ? അപ്പോൾ ആ മാല എവിടെ ആയിരിക്കുന്നത് നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അല്ല അത് അവിടെ ആയിരിക്കാമെന്നൊരു സംശയം ഞാൻ പറഞ്ഞതാ. സംശയം മാറ്റിത്തരാം. ഓളെ ആ മാലയും എടുത്തേ. പെട്ട് ഇറങ്ങി ഓടിയാലോ? എടാ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കാനുള്ള വഴി നോക്കണം. അല്ല അമ്മാവ, എന്തിനാ അതൊക്കെ എടുത്തിട്ട്? എന്തിനാ അതൊക്കെ എടുത്തിട്ട്? മോളെ നീ അതിങ്ങ് എടുത്തോണ്ട് പോവാ. എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും. ആ എടുത്തോണ്ട് വരല്ലോ. ഒന്ന് വന്നേ. കൃഷ്ണമോള് വേണ്ട, പാത്തു മാത്രം പോയാൽ മതി. അല്ല അമ്മാവ, ഒരു കൂട്ടിന്. പാത്തുമോളുടെ മുറിയിലെ പാത്തുമോളുടെ മാല എടുക്കാൻ എന്തിനാ ഒരു കൂട്ട്? പാത്തുമോള് മാത്രം പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത് എന്റെ കയ്യിൽ വെച്ച് കാണിച്ചു തന്നാ മതിയല്ലോ. മതി. മോൾ ആദ്യം മാല ഇങ്ങ് കൊണ്ടുപോവാ. ഇപ്പൊ കുറ്റസമ്മതം നടത്തിയ നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാണെങ്കിലോ? ഇപ്പൊ വീടിന് പുറത്ത് നിന്ന് സംസാരിക്കാം. ദേ അമ്മാവ, മാല ഇവിടെ ഉണ്ട്. മാല ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഒറിജിനൽ അല്ല മോളെ. അതെങ്ങനെ അമ്മാവന് പറയാൻ പറ്റും? ഇത് ഒറിജിനൽ ആണ് അമ്മാവ. ഒറിജിനൽ അല്ലടാ, ഇത് ഏത് മൂഡ്? ആങ്കർ മോള്. ഇത് ഒറിജിനൽ അല്ലെന്ന് അമ്മാവൻ എങ്ങനെ പറയാൻ പറ്റും? അമ്മാവൻ എന്തോ ഉരച്ചു നോക്കിയ. ഉരച്ചു നോക്കാം. ഉരച്ചു നോക്കിയാൽ അറിയാമല്ലോ. മോളെ അതിങ്ങ് എടുത്തേ. സ്വർണ്ണം നല്ലത്. എന്റെ ഫാമിലി തകിലടിയും ഹമ്പും കൊമ്പും കുഴൽ വിളിയും ഒടുവിൽ സ്നേഹപ്പൂത്തിരി കത്തും ഫാമിലി. നീ കൊണ്ടുവന്ന സ്വർണ്ണമാണോ? ഇല്ല മുക്ക. സാരമില്ല, ഇത് കയറി പിടിക്കാം. എന്താ അമ്മാവ ഇതൊക്കെ? അമ്മാവൻ എന്താ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അല്ല മോളെ, ഇവന്മാര് മോടെ മാല മാറ്റിയിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് മാല കൊണ്ടുവച്ചതാ. പാത്തു, ഞങ്ങൾ അങ്ങനെ ചെയ്യുവോ പാത്തു? ചെയ്യും. ഇവന്മാര് മോടെ മാല അടിച്ചു മാറ്റാൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സ്വർണ്ണമാവും? ഡ്യൂപ്ലിക്കേറ്റ് ആവണ്ടേ അമ്മാവാ? അല്ല മോളെ, ഞാൻ വേണോ ഒന്നുകൂടെ ഉറച്ച് കാണിച്ചു തരാം. ഇനി ഉരച്ചാൽ അത് കല്ലായി പോവാ അമ്മാവാ, കല്ല്. പാത്തു, അത് മേടിച്ചു വെക്ക്. ഇദ്ദേഹം ഒരു കള്ളനാണ്. ഓഹോ, ഇപ്പൊ ഞാൻ കള്ളനായി? ഞാൻ പറഞ്ഞ സത്യമാണെന്നുള്ള ഞാൻ തെളിയിച്ചു തരാം, കാണിച്ചു തരാം ഞാൻ. ടാറ്റ, വേഗം മാല ഇങ്ങോട്ടുണ്ടോ? ഹലോ, നിങ്ങളാരാ? താനാരാ? ഫോൺ ടാറ്റയുടെ കൊടു. ഈ ടാറ്റയുടെ കയ്യിലിരുന്ന മാല നിങ്ങളുടെയാണോ? നിങ്ങളുമായിട്ടാണോ ഡീല്? എടീ, ഇത് എൻ്റെ മാലയാ, എൻ്റെ ഡീലായത്. എന്നാ ഞാൻ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിലാ. ഈ ടാറ്റ മുക്കുമണ്ടം പണയം വെക്കാൻ ശ്രമിച്ചതിന് പിടിച്ചതാ. എന്തായാലും ഇത് തൻ്റെ ഡീലല്ലേ, അതുകൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ എത്തിക്കണം. മോനെ അമ്പാടി,
എടാ നമ്മുടെ വസ്തുവിൻ്റെ കരമടച്ച രസീതും ആ ആധാറിൻ്റെ 2 കോപ്പി, പിന്നെ അവിടെ വക്കീൽ അംബിയാഷിൻ്റെ നമ്പരൂടെ നീ എടുത്തോട്ട് വാ. മോളെ പാത്തു, എൻ്റെ ഒരു 2 ഡ്രസ്സ് ഒന്ന് വേഗം തേച്ച് വെക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊരു വഴിക്ക് വരെ പോകാനുണ്ട്. ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന കാര്യം ഉറപ്പില്ല. അപ്പോൾ ശരി എന്നാൽ എല്ലാവർക്കും വളരെ നന്ദി, താങ്ക്സ്. ഞാൻ പോയിട്ട് വരട്ടെ. അമ്മ മാല ആ മാല വേണം മോളെ, അത് കോടതി ചിലവൊക്കെ ഒരുപാടുള്ളതാണ്.